ഹായ്, ഐ എം ഡോക്ടർ ഷമീർ വിത്ത് യു. കാലം മാറുന്നതിനൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും മാറുന്നുണ്ട്. അവരെ എങ്ങനെ നന്നായി വളർത്താം, അല്ലെങ്കിൽ അവരെ വളർത്താൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സൂചകമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നൽകാൻ പോകുന്നത്. എല്ലാവരെയും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി വന്ന ഒരു അനുഭവം അദ്ദേഹം ഷെയർ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ജോലിയും ശമ്പളവും ഒക്കെ ഉള്ള അച്ഛനമ്മമാർ, അവർക്കൊട്ടും യോജിക്കാത്ത, അവളേക്കാൾ ഏറെ പ്രായമുള്ള ഒരാൾക്കൊപ്പം ആ പെൺകുട്ടി ഒളിച്ചോടി. ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ കൗൺസിലിങ്ങിന് വേണ്ടി ആ കുട്ടിയെ കൊണ്ടുവന്ന സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് മാതാപിതാക്കൾ ധരിച്ചുപോയി. ആ കുട്ടി പറയുകയാണ്, എൻ്റെ വീട്ടിലെ ടി വി ആയി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഞാൻ കൊതിക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ടി വി പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ, ഞാനടക്കമുള്ള ഇന്നത്തെ ജനറേഷൻ പാരൻ്റ്, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വാക്കാണിത്. ഇവിടെയാണ് നമ്മളൊക്കെ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടത്. ആ പെൺകുട്ടിയുടെ വാക്ക് നമ്മളൊക്കെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് നമ്മോട് സ്വയം ചോദിക്കുക. ആ പെൺകുട്ടി പറഞ്ഞ വാക്ക് ഒന്നും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ വീട്ടിലെ ടി വി ആയി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഞാൻ കൊതിക്കാറുണ്ടെന്ന്. ഒന്നുമില്ലെങ്കിൽ ആ ടി വി പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങനെ ആ പെൺകുട്ടി പറയാണ്, അങ്ങനെ ഒറ്റയ്ക്ക് പോയപ്പോഴാണ് ആ ചേട്ടൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഒന്നും കേൾക്കാത്ത അച്ഛനമ്മമാർക്കൊപ്പം ഇരിക്കണോ, അതോ എല്ലാം കേട്ട് ആശ്വസിപ്പിക്കുന്ന അയാൾക്കൊപ്പം ഞാൻ പോകണോ എന്ന് ആ പെൺകുട്ടി ഡോക്ടറോട് ചോദിച്ച ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൗൺസിലിങ്ങിന് വന്ന ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ചിട്ട് സ്വയം വിചിന്തനം ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ന്യൂജൻ പാരന്റ് എന്ന രീതിയിൽ ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് സെലക്ട് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ന്യൂജൻ പാരൻസിന് ഒരു ചിന്തയുണ്ട്, നമ്മളാണ് ശരി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കേണ്ടവരാണ് എന്ന ഒരു ചിന്തയുണ്ട്. നമ്മൾ പറയുന്നതേ അവർ കേൾക്കാവൂ, നമ്മൾ പറയുന്നതേ അവർ അനുസരിക്കാവൂ എന്നൊരു ചിന്തയുണ്ട്. ഇവിടെയാണ് നമ്മളൊക്കെ തുടർ വിചിന്തനം ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, ഒളിച്ചോടുന്ന അല്ലെങ്കിൽ തൊട്ടാവാടികളാവുന്ന, ആത്മഹത്യയിലേക്ക് ഇറങ്ങിപ്പോകുന്ന, ലഹരിയിലേക്ക് വീണു പോകുന്ന ഒരു കൂട്ടം കുട്ടികളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. ആ ഓരോ കുട്ടിയും ഓരോരോ പാഠങ്ങളാണ്. പുതിയ കാലത്ത് മാതാപിതാക്കൾ എങ്ങനെ മാറണം, എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത്, ഞാൻ ഇപ്പോൾ ഒരു ടി വി ആയിരുന്നെങ്കിൽ എന്ന് ഷെയർ ചെയ്തു. ഒരിക്കൽ എൻ്റെ അടുത്തേക്ക് വന്ന ഒരു കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിലിരുന്ന മൊബൈലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിലിരുന്ന മൊബൈലായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ ഒരു അനുഭവം എനിക്ക് തന്നെയുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് പല രക്ഷിതാക്കളും പറയാറുണ്ട്, എനിക്ക് എൻ്റെ കുട്ടിയെ ഞാൻ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. പക്ഷേ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കേൾക്കാറുള്ളത്. രക്ഷിതാക്കളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷിതാക്കളൊക്കെ വിചാരിച്ചിരിക്കുന്നത്, കുട്ടികളുടെ ഏറ്റവും വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്നു, നല്ല ട്യൂഷൻ ഏർപ്പാട് ചെയ്യുന്നു, ആഗ്രഹമുള്ളതെല്ലാം അടുത്ത നിമിഷത്തിൽ തന്നെ വാങ്ങിക്കൊടുക്കുന്നു, മികച്ച ബ്രാൻഡിലുള്ള വസ്ത്രങ്ങളും ചെരുപ്പും വാച്ചും എല്ലാം പണം നോക്കാതെ നമ്മൾ വാങ്ങിക്കൂട്ടി അനുവദിക്കുന്നു, മൊബൈലുകളും ടാബ്ലറ്റുകളും ഒക്കെ സമ്മാനിക്കുന്നു. ഇതോടെ ഒരു നല്ല രക്ഷിതാവായി എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് തികച്ചും തെറ്റാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും ഉടനടി നടത്തി കൊടുക്കുന്നവരല്ല നല്ല രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും ഉടനടി നടത്തി കൊടുക്കുന്നവരല്ല ഒരു നല്ല രക്ഷിതാവ് എന്ന് പറയുന്നത്.
ഇതിനിടയിലൊക്കെ നമ്മുടെ കുട്ടികളെ ജീവിതം പഠിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ മാതാപിതാക്കൾ വിട്ടുപോകുന്നുണ്ട് എന്നതാണ്. ഇതൊക്കെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ ജീവിതത്തെ നേരിടാനാവുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കേണ്ടത് ആരാണ്? ഒരു രക്ഷിതാവിന്റെ കടമയാണ് അവളെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് അവരെ. അപ്പം ഇതിനു വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളോട് സംസാരിക്കാൻ പഠിക്കുക. കുട്ടികളോട് സംസാരിക്കാൻ പഠിക്കുക. പല രക്ഷിതാക്കളും ആ കഴിവ് നഷ്ടമാവുന്നുണ്ട് എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കുട്ടികളോട് സംസാരിക്കാൻ എത്ര നേരമാണെന്ന് സ്വയം കണ്ടെത്തുക. ഇതിൽ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ കുട്ടിയോട് ഇത്ര നേരം സംസാരിച്ചു എന്ന് നമ്മളൊന്ന് വിലയിരുത്തുക. ഓരോ ദിവസവും വീട്ടിൽ ചെന്നാൽ മക്കളോട്, നമ്മളൊക്കെ പലരും വീട്ടിൽ ചെന്ന മക്കളോട് പഠന കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് അല്ലേ? പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊപ്പം ഉറങ്ങാതെ ഇരിക്കുന്നവരും ഉണ്ടാവും. ഒരു പക്ഷേ രാത്രി ഇപ്പം എക്സാം സമയമാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉറങ്ങാതെ അവരെ കൂടെ ഒക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതൊന്നുമല്ല കേട്ടോ. അവരനുഭവിക്കേണ്ട സമയം, അതാ നല്ല സമയം അഥവാ ക്വാളിറ്റി ടൈം, ഈ സമയത്താണ് കുട്ടികളുടെ മനസ്സിലേക്ക് മാതാപിതാക്കൾ സ്നേഹം കൊണ്ട് പാലം കെട്ടേണ്ടത്. എങ്കിൽ മാത്രമേ ആ പാലത്തിലൂടെ കുട്ടി നിങ്ങൾക്കരികിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്നത് 3 ഘടകങ്ങൾ ചേർന്നതാണ്. ഇവിടെയാണ് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്. സ്നേഹം എന്നത് 3 ഘടകങ്ങൾ ചേർന്നതാണ്. ഏതൊക്കെയാണ് ആ 3 ഘടകങ്ങൾ? ഒന്ന്, അംഗീകരിക്കുക. രണ്ടാമത്തത് അഭിനന്ദിക്കുക. മൂന്നാമത്തത് മനസ്സിലാക്കുക. ഇതൊരു ത്രികോണം പോലെയാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ അത് തകർന്നു വീഴും. എല്ലാവരും ശ്രദ്ധിക്കണം. സ്നേഹം എന്നത് 3 ഘടകങ്ങൾ ചേർന്നതാണ്. ഒന്ന് അംഗീകരിക്കുക, 2 അഭിനന്ദിക്കുക, 3 മനസ്സിലാക്കുക. ഇതൊരു ത്രികോണം പോലെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ തകർന്നു വീഴും. നമ്മളൊക്കെ നമ്മുടെ മക്കളോട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ പോസിറ്റീവായ നെഗറ്റീവായ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട്, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ നെഗറ്റീവായ പോസിറ്റീവായ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വിമർശിക്കാതെ, പോരായ്മകൾ മാത്രം നോക്കിക്കാണാതെ എല്ലായ്പ്പോഴും അവരെ ചേർത്ത് നിർത്തുക. എന്നാൽ ഈ ചേർത്ത് നിർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്ത് തെറ്റുകൾ കണ്ടാൽ ഉറപ്പായും തിരുത്തുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അവരെ കേൾക്കാൻ നമ്മൾ സമയം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തുകയും വേണം, തയ്യാറാവുകയും വേണം. നമ്മുടെ മക്കൾ നമ്മൾ കേട്ടില്ലെങ്കിൽ മറ്റവർ കേൾക്കുന്നവരുടെ കൂടെ പോകും. ഞാൻ തുടക്കം ഒരു കഥ പറഞ്ഞത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളൊക്കെ നമ്മുടെ മക്കളെ അടുത്തൊരു ക്വാളിറ്റി ടൈം, അവരെ കേൾക്കാനുള്ള വളരെ സംയമനത്തോടു കൂടി അവർ എന്ത് പറയട്ടെ, എന്ത് ചോദിക്കട്ടെ, അവർ പറയുന്നത് കേൾക്കാനും അവർക്ക് മറുപടി പറയാനുമുള്ള സമയം ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ നന്മകൾ, നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നല്ലത് കണ്ടാൽ അഭിനന്ദിക്കണം. അതിനൊന്നും ഒരു ഇതും, അതുപോലെ അവരുടെ ഭാഗത്ത് കാണുന്ന വീഴ്ചകളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ എന്ത് ചെയ്യണം? തിരുത്തേണ്ട ഇടത്ത് തിരുത്തുകയും പ്രശംസിക്കേണ്ട ഇടത്ത് പ്രശംസിക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും ഒരു മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ ബാധ്യതയാണ്. ഇവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മളെ കുട്ടികളെ അംഗീകരിക്കാൻ തയ്യാറാവണം, അഭിനന്ദിക്കാൻ തയ്യാറാവണം, അവരെ മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇങ്ങനെ അഭിനന്ദിക്കാനും അംഗീകരിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുന്ന ഒരു പാരൻസ് എല്ലാ ദിവസവും മക്കളോടൊപ്പം സംസാരിക്കാനും അവരുടെ ക്വാളിറ്റി ടൈം, നല്ല സമയം അവരോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്തുകയും ചെയ്യും. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇന്നത്തെ കാലത്ത് രക്ഷിതാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇന്ന് ഇല്ലാതായി പോകുന്നതും കുട്ടികൾ ആഗ്രഹിക്കുന്നതും ഈ നല്ല സമയത്തെയാണ്, ക്വാളിറ്റി ടൈമിനാണ്. ഇത് നമ്മൾ നൽകിയിട്ട്, രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ നൽകുന്നവരുടെ കൂടെ, അത് ഒരു പക്ഷേ സുഹൃത്തുക്കളായിരിക്കാം, ആ സുഹൃത്ത് വലയത്തിൽപ്പെട്ടായിരിക്കാം പിന്നീട് അവർ മയക്കുമരുന്ന് പോലുള്ള ഇതിലേക്ക് പോകുന്നത്, അതല്ലെങ്കിൽ മറ്റുള്ള പ്രേമ വലയത്തിലേക്കാവാം. ഇതിലേക്കൊക്കെ പോകുന്നത് ഈ വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെയാകുമ്പോഴാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ ചെറിയ ചെറിയ
വിഷയങ്ങളുടെ പേരിൽ വളരെ ഒച്ചയിട്ട് സംസാരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഒച്ചയിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങൾക്കെതിരെ ഒച്ചയിട്ട് സംസാരിക്കുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. കുട്ടികളുടെ പ്രായവും കുട്ടികളുടെ പോരായ്മകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, കുട്ടിയുടെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളോടൊപ്പം ചെലവഴിക്കാനുള്ള നല്ല നല്ല സമയങ്ങൾ ഓരോ രക്ഷിതാവും, അച്ഛനാവട്ടെ അമ്മയാവട്ടെ, നമ്മൾ കണ്ടെത്തേണ്ടത് ഇന്നത്തെ കാലത്ത് നിർബന്ധമാണ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ ക്വാളിറ്റി ടൈമാണ്. അത് നമ്മൾ നൽകാൻ തയ്യാറാവണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.